ദീർഘകാലം വഖഫ് ബോർഡിൽ മെമ്പറാകുകയും ആ വഖഫ് ബോർഡിന്റെ കോടതി നിലവാരത്തിനെ സംബന്ധിച്ചും അവിടെ ജുഡീഷ്യറിയിലുമൊക്കെ വളരെ കൂടുതൽ ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ കൈകാര്യം ചെയ്യപ്പെടുന്നത് എന്താണ്, സുന്നികൾക്ക് അവിടെ എന്താണ് അവകാശം കിട്ടേണ്ടത്, ഈ വക കാര്യങ്ങളൊക്കെ കൊണ്ടറിഞ്ഞ് അത് സ്വന്തം അനുഭവിച്ചറിഞ്ഞ മെമ്പർ സി മുഹമ്മദ് ഫൈസി നിങ്ങളോട് സംസാരിക്കുന്നു. അദ്ദേഹത്തെ അതിനുവേണ്ടി ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لن تنالوا البر حتى تنفقوا مما تحبون. وقال رسول الله صلى الله عليه وسلم: إذا مات ابن آدم انقطع عمله إلا من ثلاث: صدقة جارية أو ولد صالح يدعو له أو علم ينتفع به. صدق رسول الله. സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെയും കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെയും സമസ്ത കേരള സുന്നി ജമീയത്തുൽ ഉലമയുടെയും ആഹ്വാനം ചെവിക്കൊണ്ട് കഴിച്ചുകൂടിയ സുന്നത്ത് ജമാഅത്തിന്റെ ജനലക്ഷ്യങ്ങൾ ഇവിടെ പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങളും അവരുടെ ആവശ്യങ്ങളും ഈ രാജ്യത്തെ ഭരണ തലത്തിലുള്ളവരോടും മറ്റു സമുദായത്തിലെ അംഗങ്ങളോടുമെല്ലാം വിളിച്ചറിയിക്കുകയാണ് ഈ പരിപാടിയുടെ പ്രധാനമായ ലക്ഷ്യം. എന്റെ പ്രസംഗത്തിന് ശേഷം പ്രൗഢോജ്വലമായ 2-3 പ്രസംഗങ്ങൾ ഇനിയും നടക്കുകയാണ്. PK മദീനയിലെ സുന്നികളുടെ ആവേശമായി രംഗത്തുള്ള കീഴ് മുഹമ്മദ് മാസ്റ്റർ തുടങ്ങിയ ധാരാളം വ്യക്തികളുടെ പ്രഭാഷണങ്ങൾ നടക്കുകയാണ്. വാസ്തവത്തിൽ ഇത് ഒരു രാഷ്ട്രീയ സമ്മേളനമല്ല, ഭൗതികമായ ഏതെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള ആഹ്വാനമോ അതിനുവേണ്ടിയുള്ള തത്വപ്പാണോ കളിക്കുന്നത് SYS-നും SSF-നും അറിയുകയില്ല. മറിച്ച് വഖഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് രാഷ്ട്രീയമല്ല എന്നും അത് മതപരമായ ഒരാവശ്യമാണ് എന്നും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, അതുപോലെ ഈ പരിപാടി ശ്രദ്ധിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സമസ്ത കേരള സുന്നി യുവജന സംഘം വിഭാവനം ചെയ്യുന്ന പരിപാടികൾ അത് ഇവിടെ രാഷ്ട്രീയമായ ഏതെങ്കിലും കാര്യങ്ങൾ അല്ല, മതപരമായ കാര്യങ്ങളാണ്. വഖഫ് മതപരമായ ആവശ്യമാണ്. മതപരമായ കാര്യങ്ങളിൽ ഏതു നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്നും അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും അറിയുന്ന വിഭാഗം ആ പണ്ഡിതന്മാരാണ്. ആ കാരണം കൊണ്ട് തന്നെ വഖഫ് സ്വത്തുക്കളുടെ കൈകാര്യങ്ങളെ പറ്റി വിവരിക്കുന്ന ഇന്ത്യൻ വഖഫ് ആക്ട് എന്ന് പറയുന്ന ഇംഗ്ലീഷിലുള്ള വഖഫ് നിയമങ്ങൾ പ്രതിപാദിക്കുന്ന പുസ്തകം നോക്കിയാൽ ആ പുസ്തകത്തിലും വളരെ വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട്. മതപണ്ഡിതന്മാരുടെ തീരുമാനമാണ്, അവരുടെ അഭിപ്രായമാണ് വഖഫ് വിഷയങ്ങളിൽ ആത്യന്തികമായിട്ടുള്ളത്. ആ അടിസ്ഥാനത്തിൽ തന്നെ വഖഫിലേക്ക് നോമിനേറ്റ് ചെയ്യുന്ന തിരഞ്ഞെടുക്കുന്ന അംഗങ്ങളിൽ പണ്ഡിതന്മാരുടെ പ്രതിനിധികൾ ഉണ്ടാകണമെന്ന് വഖഫ് ആക്ട് ഇവിടെ പുസ്തകങ്ങളിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന പുസ്തകമാണ്. അല്പം കട്ടിയുടെ ഇംഗ്ലീഷാണെങ്കിലും നമ്മുടെ സമുദായത്തിലുള്ള വഖഫ് സ്ഥാപനങ്ങൾ ധരിക്കുന്ന ആളുകൾ അത് വായിച്ച് മനസ്സിലാക്കേണ്ടതുകൂടി സാമ്പത്തികമായി ഉണർത്തുകയാണ്. മതപരമായ ആവശ്യമാണ്.
ഇസ്ലാമിൽ ആദ്യമായി വഖഫ് നടത്തിയിട്ടുള്ളത് മൂന്നാം ഖലീഫയായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. വഖഫിന്റെ അടിസ്ഥാനം എന്താണ്? തികച്ചും ആബോധമുള്ള ആത്മീയ ബോധമുള്ള പരലോകത്ത് ശാശ്വതമായ വിജയം ലഭിക്കണമെന്ന് വിചാരിക്കുന്ന ഏറ്റവും നല്ല ഭക്തിയുള്ള ആളുകളുടെ മനസ്സിൽ നിന്ന് ഉരുത്തിരിയുന്ന വികാരമാണ് വഖഫ് എന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ധനത്തിൽ നിന്നും നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലേക്ക് മാറ്റിവെക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യമോ സ്വർഗമോ ലഭിക്കുകയില്ല. ഭൗതികമായ ധാരാളം പ്രശ്നങ്ങൾ നേടുന്നതിനിടയിൽ പരലോകത്തെ വിജയം ലഭിക്കണമെന്ന ഒരേ ഒരു ആഗ്രഹത്തിന്റെ പേരിൽ തങ്ങൾ സമ്പാദിച്ച സമ്പത്ത് അനന്തരാവകാശികൾക്ക് നീക്കിവെക്കുന്നതിന് മുൻപ് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ വിനിയോഗിക്കുക എന്നൊരു വരികയാണ് ലോകത്ത് മുസ്ലിം സമുദായത്തിന്റെ പാരമ്പര്യമായി നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. അതാണ് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വഖഫിന്റെ പ്രാധാന്യത്തെ ഉണർത്തുകയുണ്ടായി. എന്താണ് വഖഫ്? പരലോകത്ത് കൂടി കിട്ടാനെന്ന വിചാരത്തോടുകൂടി ധാർമ്മികവും മതപരവുമായ ചിന്തയോടുകൂടി സ്വത്തിന്റെ ഉപകാരവും അതിന്റെ ഉപയോഗവും അല്ലാഹുവിന് വേണ്ടി നീക്കിവെക്കുക എന്ന ഈ പ്രവർത്തനം ഇസ്ലാമിൽ ഏറ്റവും പ്രധാനമായി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മാർഗമാണ്. പക്ഷേ നേരത്തെ നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിലും കേരളത്തിലൊന്നും വഖഫ് ബോർഡുകൾ ഉണ്ടായിരുന്നില്ല. കാരണം സ്വാത്വികരായ പണ്ഡിതന്മാരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഓരോ ഗ്രാമത്തിലുമുള്ള പള്ളിയോടും മദ്രസയോടും ബന്ധപ്പെട്ട സ്ഥലങ്ങൾ എങ്ങനെയാണോ വഖഫിന്റെ രീതിയിൽ പറഞ്ഞത് അതേ രൂപത്തിൽ കൈകാര്യം ചെയ്തു പോരുകയായിരുന്നു നമ്മുടെ രാജ്യത്തുള്ള എല്ലാ വഖഫുകളും. കാലം വീണ്ടും വീണ്ടും കറങ്ങിയപ്പോൾ മനുഷ്യന്റെ ധർമ്മബോധം നഷ്ടപ്പെടുകയും വഖഫ് ചെയ്യുന്ന ആളുകളുടെ വിചാരത്തെ സംബന്ധിച്ച് യാതൊരു ചിന്തയുമില്ലാതെ വഖഫുകളിൽ കൈയേറ്റങ്ങൾ നടക്കുകയും ചെയ്തു. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ആ കൈയേറ്റങ്ങളുടെ വ്യക്തമായ തെളിവുകൾ ഇന്നും നമ്മുടെ രാജ്യത്ത് നമ്മുടെ കൺമുൻപിൽ തന്നെ തെളിഞ്ഞു കിടക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് വഖഫുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതെങ്ങനെയാണ് നടത്തിക്കൊണ്ടുപോകേണ്ടത്. ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ വഖഫിന്റെ കൈകാര്യത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അത് മനസ്സിലാകുന്ന മതപണ്ഡിതന്മാർ നേതൃത്വം നൽകുന്ന ഒരു പ്രത്യേകമായ സമിതി അനിവാര്യമാണെന്ന് രാജ്യത്തെ ഗവൺമെന്റിൽ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന നേതാക്കൾ മനസ്സിലാക്കി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വഖഫ് ബോർഡ് നിലവിൽ വരുന്നത്. ബോർഡിന്റെ പ്രവർത്തനങ്ങളുമായി നമ്മുടെ ഓരോ ഗ്രാമത്തിലുമുള്ള വഖഫ് സ്വത്തുക്കളുടെ സർവേകൾ അതൊക്കെയും കാര്യക്ഷമമായി നടക്കുന്നുണ്ടോ എന്നും ആ വഖഫിന്റെ കീഴിൽ പറഞ്ഞ ആവശ്യത്തിന് വേണ്ടി ആ സ്വത്ത് വിനിയോഗിക്കുന്നുണ്ടോ എന്നും അറിയാൻ നമ്മുടെ രാജ്യത്തെ വഖഫ് ബോർഡിന് ചുമതലയുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം ആ സമിതിയിൽ അംഗമാകാൻ കഴിഞ്ഞത് വാസ്തവത്തിൽ നമ്മുടെ സംഘടനയുടെ കരുത്തും ശക്തിയും ഒന്ന് മാത്രമാണ്. ആ വിഷയങ്ങളിലേക്കെല്ലാം ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള പ്രശ്നങ്ങളിലൂടെ വരാൻ പോകും. സർവേ നടത്തി ഓരോ പ്രദേശത്തുമുള്ള വഖഫുകളുടെ കാര്യക്ഷമതയെ സംബന്ധിച്ച് ഒരു പഠനം നടത്തുവാനുള്ള ശ്രമം കേരളത്തിലെ വഖഫ് ബോർഡുകൾ നടത്തിയിട്ടുണ്ടോ ഇല്ലേ എന്ന് നാം ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഈ പരിപാടി നടക്കുന്ന മുതൽക്കളം മൈതാനിയിൽ നിന്ന് ഏതാനും വാരനകലെ നിലകൊള്ളുന്ന കോഴിക്കോട് മൊയ്തീൻ പള്ളി നമ്മുടെ മുൻപിൽ വഖഫിന്റെ ദാരുണമായ കൈകാര്യ രീതിയുടെ പ്രതീകമായി നിലകൊള്ളുകയാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ വലിയ നേതാവും അതിന്റെ പ്രമുഖ വക്താവും എല്ലാമായി ശോഭിച്ച് തിളങ്ങിയിരുന്ന ഇബ്രാഹിം സുലൈമാൻ സൽമു എന്ന് പറയുന്ന ആ മനുഷ്യൻ 10 കൊല്ലം കേരള വഖഫ് ബോർഡിന്റെ ചെയർമാനായിരുന്നിട്ടുണ്ട്. അദ്ദേഹം ചെയർമാനായ കാലത്ത് കേരളത്തിലെ സുന്നികൾക്ക് നഷ്ടപ്പെട്ട പള്ളി ഏതെന്ന് ചോദിച്ചാൽ അതിൽ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളി ഈ തൊട്ടടുത്തുള്ള മൊയ്തീൻ പള്ളിയാണ്. ആ കാര്യം ഇവിടെ ഒരുമിച്ച് കൂടിയ
സഹോദരന്മാർ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് നാം വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന മുസ്ലിങ്ങളുടെ പൊതുവിലുള്ള കാര്യങ്ങളുടെ എല്ലാ ഉത്തരവും തങ്ങൾക്കാണെന്ന് അവകാശപ്പെടുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ നായകൻ തന്നെ ബോർഡിന്റെ ചെയർമാനായിരുന്ന സാഹചര്യത്തിലാണ് വഖഫ് ചെയ്യുന്നവരുടെ ലക്ഷ്യവും ആവശ്യവും മറന്ന് പുതിയ ചിന്താഗതികൾക്ക് വേണ്ടി ഒരു പള്ളി ഉപയോഗപ്പെടുത്തിയെന്ന് മാത്രമല്ല, ഈ കോഴിക്കോട് പട്ടണത്തിലെ സുന്നത്തേവായത്തിന്റെ പ്രവർത്തകന്മാർ ആ പള്ളി സുന്നികൾക്ക് തിരിച്ചു കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പലപ്പോഴും പ്രമേയങ്ങൾ പാസാക്കുകയും ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ പരാതികൾ കൊടുക്കുകയും ചെയ്തപ്പോൾ ആ പരാതികളെല്ലാം മുങ്ങുകയായിരുന്നു, അല്ലെങ്കിൽ മങ്ങുകയായിരുന്നു. ഈ സംഭവം 1970-80 കാലഘട്ടങ്ങളിൽ നമ്മുടെ രാജ്യത്ത് നടന്നതാണെങ്കിൽ നിങ്ങൾ ഓർക്കണം, അതിനുശേഷം വഖഫുകളെ സംബന്ധിച്ച് ഈ രാജ്യത്തെ ഉലമാക്കൾ കൂടുതൽ ബോധമുള്ളവരായി മാറി. പള്ളി ദിവസങ്ങളിൽ കിതാബ് ദിവസം നടത്തുകയും നിസ്കാരത്തിന് നേതൃത്വം നൽകുകയും ചെയ്തുകൊണ്ടിരുന്ന മതപണ്ഡിതന്മാർ സാമൂഹ്യ രംഗത്തേക്ക് കടന്നു വരികയും നമ്മുടെ സമുദായത്തിലെ പാവപ്പെട്ട സുന്നികളുടെ വികാരങ്ങളും അവരുടെ അവകാശങ്ങളും ചവിട്ടിമതിക്കുന്ന വിജയി പ്രസ്ഥാനങ്ങളുടെ നിലപാട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് കേരളത്തിൽ സുന്നികളുടെ ഒരു വഖഫ് സ്ഥാപനം പോലും പിടിച്ചെടുക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരച്ചടക്കവും ഒരു വഖഫയും ഈ രാജ്യത്ത് നടപ്പിൽ വരുത്തുവാൻ നമ്മുടെ പ്രസ്ഥാനങ്ങൾക്ക് സംഘടനകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിനെ നാം സ്തുതിക്കുക, അൽഹംദുലില്ലാഹ്. പക്ഷേ ഒരു കാര്യം നാം ഇവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഭീഷണികൾ നേരിടുന്ന ധാരാളം വഖഫുകളുണ്ട്. ഓരോ വഖഫ് ബോർഡിന്റെയും മീറ്റിംഗിൽ ഉണ്ടാകുന്ന കേസുകൾ 1, 2, 3, 4, 10 അല്ല. മാസത്തിൽ ഒരു മീറ്റിംഗ് ഇവിടെ നടക്കാം. 2 ദിവസമാണ് ഒരു മീറ്റിംഗ് നടക്കുക. ഓരോ മാസത്തിന്റെയും അവസാനത്തെ ശനിയാഴ്ച ജുഡീഷ്യൽ മീറ്റിംഗ് എന്ന പേരിൽ 5 വ്യക്തികൾ മാത്രം ഉൾക്കൊള്ളുന്ന, 11-ൽ നിന്ന് 5 പേർ മാത്രം ഉൾക്കൊള്ളുന്ന മറ്റൊരു മീറ്റിംഗ്. ആ 2 സമിതികളിലും ഈ വിനീതൻ മെമ്പറായിരുന്നു. ആ 2 മീറ്റിംഗുകളിൽ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളുടെ എണ്ണം 25-ഉം 50-ഉം ഒന്നുമല്ല, 100-ഉം 150-ഉം കേസുകൾ ഓരോ മീറ്റിംഗിലുണ്ടാകും. ആ മീറ്റിംഗിൽ പരാതിക്കാരായി അന്യായക്കാരും പ്രതികളുമായി വരുന്നവരെ നാം ശ്രദ്ധിച്ചാൽ കണ്ടെത്താൻ കഴിയുന്ന യാഥാർത്ഥ്യം അവിടെയെല്ലാം ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നവർ, പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നവർ സുന്നി സമൂഹമാണ്, സുന്നികളാണ്. മർദ്ദികളുടെ റോളിൽ നിലകൊള്ളുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് സുന്നികളാണ്. അവിടെ അവരെ മർദ്ദിക്കുവാനും അവരുടെ സ്വത്ത് കയ്യേറുവാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വിജയി കക്ഷികളാണ്. ഉദാഹരണങ്ങൾ ഞാൻ എണ്ണേണ്ട ആവശ്യമില്ല. സമസ്ത കേരള സുന്നി യുവജന സംഘം ബഹുവന്യനായ സയ്യിദുള്ള അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങളുടെയും ബഹുവന്യനായ ശൈഖുന കാന്തപുരം പി എം ബക്കർ മുസ്ലിയാർ അവരുടെയും നേതൃത്വത്തിലായി പ്രവർത്തിക്കുന്ന സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെയും SSF-ന്റെയും പ്രവർത്തകന്മാർ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ പള്ളി കയ്യേറുവാൻ ഈ കാലം വരെ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ ഒരു സംഭവം പോലും തെളിയിക്കാൻ ആരെക്കൊണ്ടും കഴിയുകയുമില്ല. എങ്കിൽ നിങ്ങൾ ഓർക്കണം, നമ്മൾ ഉണ്ടാക്കിയ ധാരാളം പള്ളികളിൽ നിന്ന് കേസുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ പാരായണത്തിന് വഖഫ് ചെയ്തിട്ടുള്ള പള്ളികൾ, ഖുർആൻ പാരായണത്തിന് വഖഫ് ചെയ്തിട്ടുള്ള കൃഷിദിനങ്ങൾ, ആ കൃഷിദിനങ്ങൾ 1, 10, 100 കയ്യേറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളത്. കാരണം വഖഫ് ചെയ്ത ആൾ നല്ല സുന്നിയായിരുന്നു, ആത്മീയ ബോധമുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ സന്താനങ്ങളിൽ മൂത്തവൻ ഈ സ്വത്ത് കൈകാര്യം ചെയ്യണമെന്ന് വീടിൽ എഴുതി വെച്ചിട്ടുമുണ്ട്. പക്ഷേ ആ മൂത്ത മകൻ ഏതോ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി അവൻ പുത്തനാശയക്കാരുടെ കൂടെ നിൽക്കുകയും ആ സ്വത്ത് മുഴുവനും തോന്നിയാസത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തപ്പോൾ വഖഫ് ചെയ്ത വ്യക്തിയുടെ ആവശ്യങ്ങൾ അവിടെ നടക്കുന്നില്ല. ഇങ്ങനെ വഖഫിന്റെ ആവശ്യങ്ങൾ നടക്കാതെ അന്യായമായി ഇപ്പോഴും അധീനപ്പെട്ട് കിടക്കുന്ന ധാരാളം വഖഫ് സ്വത്തുക്കളുടെ ശ്മശാന ഭൂമിയാണ് നമ്മുടെ കേരളം. ഞാൻ ഉദാഹരണങ്ങൾ എണ്ണി പറയേണ്ട
ആവശ്യമില്ല. എന്റെ കയ്യിലുള്ള ഈ പുസ്തകത്തിൽ അത് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ആ സ്ഥലങ്ങൾ മുഴുവനും തിരിച്ചു പിടിക്കുവാനുള്ള ശ്രമങ്ങൾ നമ്മുടെ രാജ്യത്തെ ഉലമാക്കളുടെ നേതൃത്വത്തിൽ നടക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് പലപ്പോഴും നടന്നില്ല എന്ന് ചോദിച്ചാൽ, ഏത് വകുപ്പ് ബോർഡുകളിലാവട്ടെ, ആ ബോർഡുകളിൽ പ്രത്യക്ഷവും പരോക്ഷവുമായി ആ ബോർഡുകളിൽ ഇടപെട്ടുകൊണ്ട് അതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും തുരങ്കം വെക്കുന്ന ശൈലിയും രീതിയുമാണ് കേരളത്തിൽ നിന്നും നിലനിൽക്കുന്നത്. ദൗർഭാഗ്യകരമെന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യമായിരുന്നു രാഷ്ട്രീയമായ ഏതെങ്കിലും കക്ഷിയോട് പ്രത്യേകമായ സ്നേഹമോ വിദ്വേഷമോ ഇല്ലാതെ ഈ രാജ്യത്ത് കാര്യങ്ങൾ നിഷ്പക്ഷമായി വസ്തുനിഷ്ഠമായി നടക്കണമെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന നമ്മുടെ ഉലമാക്കളുടെ സാന്നിധ്യം പലർക്കും തലവേദനയായിരുന്നു. ഇടതുപക്ഷത്തിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് നമ്മുടെ പ്രവർത്തകന്മാരെയും നേതാക്കളെയും പല സ്ഥലങ്ങളിലും ആക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മുടെ ഉലമാക്കളും നമ്മുടെ നേതാക്കളും നിഷ്പക്ഷമായി മാത്രം നീങ്ങി, എന്നിട്ടും ഒരു ചേരിയുടെ ആളുകളായി മാറ്റിയത് മാത്രമല്ല, പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ട സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. എന്നിട്ടും വളരെ ആത്മസംയമനം പാലിച്ചുകൊണ്ട് സുന്നി പ്രസ്ഥാനത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി ബഹുബോളുകളിൽ പരമാവധി നാം ശ്രമിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്തു. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലുള്ളപ്പോഴാണ് പ്രൊഫസർ കെ ജലീൽ സാഹിബിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ നിയമാനുസൃതമായ വഖഫ് ബോർഡ് നിലവിൽ വന്നത്. 1998 ജലീൽ സാഹിബ് വളരെ നിഷ്പക്ഷമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിന് സുന്നിയെന്നോ മുജാഹിദെന്നോ ജമാഅത്തെന്നോ ഉള്ള പ്രശ്നമല്ല. മറിച്ച് ഓരോ സ്ഥാപനവും ആരാണോ സ്ഥാപിച്ചത്, ആ വീടിൽ എന്താണോ പറയുന്നത്, അത് നടപ്പിലാക്കേണ്ടതെന്ന വിചാരത്തോടുകൂടി ഒരു വലിയ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി പ്രവർത്തിച്ചിരുന്ന ജലീൽ സാഹിബ് സുന്നി സമൂഹത്തിന്റെ അവകാശങ്ങൾ പരമാവധി പരിഗണിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം ഉൾക്കൊള്ളുന്ന അന്നത്തെ ആ ബോർഡിനെ സംബന്ധിച്ച് നമുക്ക് അഭിമാനമാണ്. പക്ഷെ അതിലുണ്ടായിരുന്നു സുന്നി വികാരങ്ങൾ ഇല്ലാത്തവരുണ്ടായിരുന്നു. പക്ഷെ ഒരു ചെയർമാൻ നേരിടുന്നാൽ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയും. അന്നത്തെ ജലീൽ സാഹിബ് പഠിക്കാത്തൊരു ഫയൽ ഉണ്ടാവുകയില്ല. നാളെ കേസാണെങ്കിൽ ഇന്ന് എറണാകുളത്ത് അദ്ദേഹം വന്നു. എന്നിട്ട് രാത്രി മുഴുവനും കേസ് പഠിക്കുകയാണ്. ആ കേസ് പഠിക്കുന്നതിന് അതിന്റെ ആധാരവും അടിയാധാരവും അതിന്റെ ഇപ്പോഴത്തെ കൈകാര്യ രീതിയും സ്വഭാവവും തീർന്നില്ല. ഇന്ത്യയിലെ പല കോടതികളിൽ പലപ്പോഴായി വകുപ്പുകളിൽ വിധിച്ചിട്ടുള്ള കേസുകൾ അതെല്ലാം എടുത്ത് നന്നായി പഠിച്ച് ഇംഗ്ലീഷിലാണ് കേസുകളും കേസിന്റെ വിധികളും എല്ലാം ഉള്ളത്. അതൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നതുകൊണ്ട് തന്നെ ജലീൽ സാഹിബിനെ വഞ്ചിക്കുവാനോ അദ്ദേഹത്തെ കവർ ചെയ്യുവാനോ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയക്കാർക്ക് പലർക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തിരുവനന്തപുരത്ത് നിന്നുള്ള ഇടപെടലുകൾ പോലും ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ബോർഡിനെ സ്വാധീനിക്കുവാൻ കഴിയാത്ത രൂപത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ കൈകാര്യം രീതി. ഞാൻ പറയുന്നത് ഇപ്പോൾ ഇവിടെ നിലവിൽ വന്നിട്ടുള്ള ബോർഡ് ആക്ഷേപമേ ഉള്ളൂ. ആക്ഷേപമില്ലെങ്കിലും ആക്ഷേപമാണുള്ളത്. അതിന്റെ മെമ്പർമാരോടുള്ള വിദ്വേഷമല്ല, മറിച്ച് ഒരു മതപരമായി സത്യസന്ധമായി കൈകാര്യം ചെയ്യാൻ ഒരു സമിതി തിരഞ്ഞെടുക്കുമ്പോൾ പക്വതയുള്ള വ്യക്തികളെ അതിന്റെ തിരഞ്ഞെടുപ്പ് നിഷ്പക്ഷമായി വിധിക്കാൻ കഴിയുന്നവർ അതിന്റെ ഫലപ്രദമുണ്ടാകണം. നിങ്ങൾ ഓർക്കണം, യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയണം. ഒരു പക്ഷത്തോട് കൂടുതൽ സ്നേഹം കാണിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സമിതിയുടെ കാര്യം കൈകാര്യം ചെയ്താൽ രാജ്യത്തെ സാധാരണക്കാർക്ക് നീതി നിഷേധിക്കപ്പെടും. നീതി നിഷേധിക്കപ്പെടുന്ന ജനതയുടെ പ്രതിഷേധത്തെ ഒരിക്കലും തന്നെ തോൽപ്പിക്കുവാൻ ഒരു ഭരണകൂടത്തിന് കഴിയില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കാണുന്ന സുന്നി സമൂഹം എന്ന് നാം മനസ്സിലാക്കണം. കാരണം ഏറ്റവും കൂടുതൽ ചൂഷണങ്ങളും മർദ്ദനങ്ങളും ഏൽക്കേണ്ടി വന്ന കേരളത്തിലെ ഒരേ ഒരു സമൂഹം സുന്നി സമൂഹമാണ്. അവരെ വലിച്ചെറിയാനും അവരെ പീഡിപ്പിക്കാനും അവരുടെ ദർസുകൾ പള്ളികളിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുവാനും
നീതിയില്ലാത്ത, നീതി നിഷേധിച്ചുകൊണ്ടുള്ള അത്തരം എല്ലാ സംരംഭങ്ങളെയും തീർത്തു വെപ്പിച്ചുകൊണ്ടാണ് കാരൂർ മർക്കസ് സമാഹത്തി സുന്നിയും സമസ്തകളുടെ സുന്നി യുവജന സംഘവും SSF-ഉം വളർന്നിടത്തെ. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഉണ്ടാക്കുന്ന ബോഡികൾ, ആ ബോഡികൾ നീതിപൂർവമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. കഴിഞ്ഞ ഇടതുപക്ഷം ഉണ്ടാക്കിയ ആ ബോർഡിനെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ദക്ഷിണ കഴിഞ്ഞ ബോർഡിൽ മെമ്പറായിരുന്നു. കാരണം തെക്കേ കേരളത്തിൽ അവിടെയുള്ള മുസ്ലിം സംഘടനകളുടെ കൂട്ടത്തിൽ കുറച്ചൊക്കെ മുന്നിലുള്ള ഒരു സംഘടനയായിരുന്നു അത്. മുജാഹിദുകൾക്ക് കഴിഞ്ഞ സംഘടനയിൽ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. അബ്ദുല്ലാഹയുടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലായതിന്റെ പ്രമുഖ വക്താവ്. EK വിഭാഗത്തിലെ കഴിഞ്ഞ ഇടതുപക്ഷം അതിനെ അവർക്ക് അർഹമായ പരിഗണന നൽകിയിട്ടുണ്ടായിരുന്നു. ചെറുക്കളം അബ്ദുള്ള കഴിഞ്ഞ ബോർഡിൽ ഗവൺമെന്റിന്റെ ആ കാര്യം ദൂരീകരിച്ച വകുപ്പുകളിൽ ചെറുക്കളം അബ്ദുള്ള മെമ്പറായിരുന്നു. പിന്നീട് അദ്ദേഹം മന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന്റെ ഒഴിവ് സ്ഥാനത്ത് COE നിയോഗിക്കപ്പെട്ടു. ചെറുക്കളം അബ്ദുള്ളയോടൊപ്പം മറ്റൊന്നുണ്ടായിരുന്നു ഗുരുവായൂർ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന PT മുഹമ്മദ് എന്ന MLA. അദ്ദേഹമായിരുന്നു മറ്റൊരു പ്രതിനിധി. പിന്നീട് മുജാഹിദുകളുടെ പ്രതിനിധിയും ജമാഅത്തെ ഇസ്ലാമിയുടെ VK അലിയും അന്നുണ്ടായിരുന്നു. സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന് വേണ്ടി ഈ വിനീതനും അന്ന് മെമ്പറായി. അങ്ങനെ അന്നുണ്ടായിരുന്ന 11 മെമ്പർമാർ 11 സംഘടനയെയും വിദ്യാഭ്യാസ വിദഗ്ധന്മാരെയും പണ്ഡിതന്മാരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് കേരളത്തിൽ 100 കണക്കിന് കേസുകൾ പരിഹരിക്കാൻ ആ വകുപ്പുകൾ കഴിഞ്ഞിട്ടുണ്ട്. ധാരാളം സ്ഥലങ്ങളിൽ മഖാമുകൾ കേസിൽ കിടക്കുകയാണ്. മഖാമുകൾ, ആ മഖാമുകളുടെ വരുമാനത്തോട് ഏറ്റവും ദേഷ്യമുള്ളവരാണ് മുജാഹിദ് വിഭാഗം. മഖാമുകളിൽ പോകുന്ന ഒരു സിർക്കാണ് അവരുടെ വിശ്വാസം. ആ മഖാമുകളിലെ വരുമാനങ്ങൾ ഉപയോഗിക്കുന്നത് പാടില്ലെന്ന് പറയുന്നവരാണ് അവർ. ഇപ്പോൾ കാര്യങ്ങൾ എവിടെയാണ് നേരിടുന്നത്? കേരളത്തിലെ വകുപ്പുകളുടെ വരുമാനത്തിൽ ഏറ്റവും വലിയ വരുമാനം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മഖാമുകളിൽ നിന്നാണ്. പുത്തൻപണി ജാറത്തിൽ നിന്ന്, കാളിയാറോട് ജാറത്തിൽ നിന്ന്, അങ്ങനെ ഭീമാപള്ളി മുതൽ കാസർഗോഡ് വരെ മാലിക്കുട്ടിനാർ വരെയുള്ള മഖാമുകളുടെ വരുമാനമാണ് ബോർഡിന്റെ ഏറ്റവും പ്രധാനമായ ആസ്തിയെങ്കിൽ ആ വരുമാനം കൈകാര്യം ചെയ്യേണ്ട രൂപത്തെ സംബന്ധിച്ച് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും തീരുമാനിക്കുന്നതും മുജാഹിദുകളാണ്. രീതിയിൽ അത് അവരുടെ കഴിവല്ല, മറിച്ച് സുന്നി സമൂഹത്തെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ നീക്കമെന്ന് തിരിച്ചറിയാൻ സുന്നത്തിയുമായതിന്റെ പ്രവർത്തകന്മാർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഓർക്കണം, കാര്യങ്ങൾ ഈ വഴി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, ഇന്ന് വകുപ്പ് ബോർഡ് തന്നെ ഒരു ജനകീയ രൂപത്തിലേക്ക് വരാൻ തുടങ്ങിയ സാഹചര്യത്തിൽ വീണ്ടും ബോർഡിന്റെ പ്രവർത്തനം മോശമാകുന്നതോടെ വീണ്ടും ആകരുത്. ഓരോ സ്ഥാപനവും 5000 രൂപയിൽ കൂടുതൽ വരുമാനമുള്ള ഓരോ സ്ഥാപനവും വാർഷികാദായത്തിൽ വർഷത്തെ വരുമാനത്തിൽ ഒരു കൊല്ലത്തെ വരുമാനത്തിൽ 7% ബോർഡിന് നൽകണമെന്നതാണ് ആക്ടിലെ നിയമം. ആ നിയമപ്രകാരം കേരളത്തിൽ ഇന്ന് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള വകുപ്പുകളുടെ എണ്ണം 7300 വകുപ്പുകളാണ് കേരളത്തിലുള്ളത്. അത്രയും വകുപ്പുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് ബോർഡിന്റെ വരുമാനം. ആ വരുമാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്ത് വളരെ വിഷമം അനുഭവിക്കുന്ന ചെറിയ വകുപ്പ് സ്വത്തുക്കളുണ്ട്. ആ സ്വത്തുക്കളെ സഹായിക്കുവാൻ പള്ളികളിൽ ജോലി ചെയ്ത് ക്ഷീണിച്ച ഇമാമുകളെയും മുഅദ്ദിനുകളെയും ആനുകൂല്യം നൽകി അവർക്ക് പെൻഷൻ നൽകി സഹായിക്കുവാൻ, വിവാഹമോചനം നേടി ഭർത്താവിന്റെയോ വാപ്പയുടെയോ സഹായം ലഭിക്കാതെ കഷ്ടപ്പെടുന്ന വിവാഹമോചിതരായ സ്ത്രീകൾക്ക് സഹായം ചെയ്യാൻ, പാവപ്പെട്ടവരും പഠിക്കാൻ കഴിവില്ലാത്തവരുമായ പ്രതിഭാശാലികളായ വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് സഹായം നൽകാൻ വഖഫ് ബോർഡിൽ സംവിധാനമുണ്ട്. ആ സംവിധാനങ്ങളെല്ലാം കഴിഞ്ഞ ബോർഡിൽ വളരെ നിഷ്പക്ഷമായി അത് പ്രാവർത്തികമാക്കിയതുകൊണ്ട് തന്നെ കേരളത്തിലെ സുന്നികൾക്ക് മറ്റെല്ലാ വിഭാഗങ്ങൾക്കും തുല്യമായ പരിഗണന ലഭിച്ചിട്ടുണ്ട്. ഒരൊറ്റ മുജാഹിദിന്റെ പള്ളിയും സുന്നികൾക്ക് പിടിച്ചെടുത്തു കൊടുക്കാൻ ഞാൻ സഹായിച്ചിട്ടില്ല. നിങ്ങൾക്ക് അറിയില്ല, മുജാഹിദിന്റെ പള്ളി സുന്നികൾക്ക് വേണ്ട, ജമാഅത്തെ ഇസ്ലാമിയുടെ പള്ളി സുന്നികൾക്ക് വേണ്ട.
നൽകുന്നത്. ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ഇനിയും നാം സഞ്ചരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ന്യായമായ മാർഗത്തിലൂടെ വഖഫ് സ്വത്തുക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി നാം അധ്വാനിക്കേണ്ടതായിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ കൂടുതലായി സംസാരിക്കുന്നില്ല. ഈ പ്രഭാഷണം കൊണ്ടോ പ്രസംഗം കൊണ്ടോ സമ്മേളനം കൊണ്ടോ ഈ 5 കൊല്ലക്കാലം ഈ ബോർഡിലേക്ക് നമ്മുടെ ഏതെങ്കിലും പ്രതിനിധികൾ നോമിനേറ്റ് ചെയ്യപ്പെടും എന്നും നാം കരുതേണ്ടതില്ല. കാരണം നോമിനേറ്റ് ചെയ്യപ്പെടുന്ന 5 പേരും ഇലക്ട് ചെയ്യപ്പെടുന്ന ബാക്കി 6 പേരും ഉൾക്കൊള്ളുന്ന ഈ 11 അംഗങ്ങളുടെ കാലാവധി 5 വർഷം. ആ 5 വർഷത്തിന്റെ ഉള്ളിൽ അവർ പോകേണ്ട യാതൊരു സന്ദർഭവും ഇല്ല. നടത്തിപ്പ് മോശമാക്കുകയോ സാമ്പത്തികമായ അഴിമതി നടത്തുകയോ ചെയ്താൽ മുമ്പ് ഉമർ വാഫക്കി തങ്ങളുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ബോർഡ് പിന്നീട് ഇടതുപക്ഷ ഗവൺമെന്റ് വന്ന് തിരിച്ചുവിട്ടു എന്ന ഒരു സംഭവം ഒഴിച്ചാൽ അത് അങ്ങനെയൊന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ബോർഡ് എങ്ങനെ നീങ്ങുമെന്ന് അറിയില്ല. ചിലപ്പോൾ ആരുടെയോ കൈകൊണ്ട് പിരിച്ചുവിടാനുള്ള യോഗ്യതയും അതിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഏതോ ആകട്ടെ. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഈ പ്രക്ഷോഭം സുന്നി സമൂഹത്തിന്റെ അവകാശങ്ങൾ അതിനു നേരെ കണ്ണടയ്ക്കാൻ ഈ രാജ്യത്തുകാരെയും നമുക്ക് അനുവദിക്കാൻ നിർവാഹമില്ല. ഒരു കാര്യം വളരെ ഉത്തമമാണ്. ഒരിക്കലും തന്നെ തീയിലാണ് വാസ്തവത്തിൽ നാം ഉറച്ചത്. തീയിൽ ഉറച്ച ഒരു പ്രസ്ഥാനം വെയിലത്ത് വാഴുകയില്ല എന്ന ആ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിലെ സുഹൃത്തിയമായതിന്റെ പ്രവർത്തകന്മാർ വളരെ പക്വതയോടെ അതേ സമയത്ത് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാനുള്ള മനക്കരുത്തോടുകൂടി നമ്മുടെ ഉലമാക്കളുടെ പിന്നിൽ നിലനിൽക്കുക, നമ്മുടെ നേതാക്കളെയും ഉലമാക്കളെയും നിസ്സാരന്മാരായി ചിത്രീകരിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ഉണ്ടായിരുന്നു. കേരളത്തിലെ സുന്നികൾ ഉറങ്ങിയിട്ടില്ല എന്നതിന് വ്യക്തമായ തെളിവാണ് ഈ മഹത്തായ സമ്മേളനം. ഇപ്പോൾ 10 മിനിറ്റ് മുൻപ് കൊടുവള്ളി കുഞ്ഞമ്മദ് ഇങ്ങോട്ട് ടെലിഫോൺ ചെയ്തു. അദ്ദേഹത്തിന്റെ വണ്ടി നല്ലത് വണ്ടി അവിടെ ബ്ലോക്കിൽ കിടക്കുകയാണ്. അവിടെ നിന്ന് ഇതുവരെ ഇങ്ങോട്ട് വാഹനങ്ങൾക്ക് പോരാൻ സൗകര്യമില്ലാത്ത രൂപത്തിൽ ഇവിടെ ജനലക്ഷങ്ങൾ ഒരുമിച്ച് കൂടിയത് ന്യായമായ സുന്നി പ്രസ്ഥാനത്തിന്റെ ന്യായമായ അവകാശങ്ങളുള്ള ആഭിമുഖ്യമാണ്. ഇത് കണ്ടറിയാൻ മനസ്സിലാക്കാൻ വേണ്ടത് വേണ്ടപ്പോൾ വേണ്ടതുപോലെ പ്രവർത്തിക്കുവാനുള്ള സന്മനസ് ഭരണാധികാരികൾക്ക് മറ്റെല്ലാ ജനവിഭാഗങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് ആശിക്കുകയും എല്ലാ നന്മയും അല്ലാഹു നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.